വൻകുടലിൽ ഏതെങ്കിലും അസുഖങ്ങൾ, അപ്പൻഡിക്സ് വരാനുള്ള ഉം, സാധ്യതകൾ ആ, പലപ്പോഴും വൻകുടലിലെ മുഴകള്, അതെ അതെ. ട്യൂമറൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അതും ഇതും തമ്മിൽ വല്ല അതെ, ഈ ബന്ധമുണ്ടോ? അതായത് അപ്പൻഡിക്സ് ഇൻഫെക്ഷൻ വരാനുള്ള വേറൊരു കാരണം എന്ന് വെച്ചാൽ ട്യൂമേഴ്സ് വരാം. അപ്പൻഡിക്സിൻ്റെ അടുത്തായിട്ട് വരുന്ന ട്യൂമേഴ്സ് വരാം, അല്ലെങ്കിൽ അപ്പൻഡിക്സിൻ്റെ തന്നെ ക്യാൻസർ വരാം. അപ്പൻഡിക്സിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ അതായത് വൻകുടലിൻ്റെ തുടക്കം, സീക്കം എന്ന് പറയും. ഉം. അതിൽ വരുന്ന ചില മുഴകൾ, ചില ഈ അൾസേഴ്സ്, അതൊക്കെ ചിലപ്പം അപ്പൻഡിക്സിൻ്റെ അടുത്തായതുകൊണ്ട് അതിനും കൂടെ ഇൻഫെക്ഷൻ വരാറുണ്ട് ഈ ഉം, മറ്റേ സീക്കത്തിൽ വരുമ്പോൾ. പിന്നെ ട്യൂമേഴ്സിൻ്റെ പ്രശ്നം വെച്ചാൽ ട്യൂമർ അതിങ്ങനെ ലോക്കലി ഇൻവേഡ് ചെയ്ത്, അതായത് അടുത്തടുത്തുള്ള ഓർഗൻ അത് ബാധിക്കും. അങ്ങനെ അപ്പൻഡിക്സിനെയും അത് ട്യൂമറായിട്ട് ബാധിക്കാം. അത് സാധാരണ യൂഷ്വലി കാണപ്പെടുന്നത് അത് ഓൾഡ് ഏജ്, കുറച്ചും കൂടെ ഒരു വയസ്സായ വയസ്സാകുമ്പോൾ. ആൾക്കാരുകളാണ് കാണപ്പെടുന്നത്. അപ്പോൾ വയസ്സായ ആളുകൾ നമ്മളടുത്ത് അപ്പൻഡിക്സിന് റിപ്പോർട്ടായിട്ട് വരുമ്പം നമ്മളത് CT സ്കാൻ നിർബന്ധമായിട്ട് എടുപ്പിക്കും. കൂടാതെ ചിലപ്പോൾ ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊളോണോസ്കോപ്പി വരെ ചെയ്യിപ്പിക്കാറുണ്ട്. കാരണം വേറെ എന്തെങ്കിലും ട്യൂമർ കൊണ്ടാണോ ആൾക്ക് ഈ അപ്പൻഡിക്സിൻ്റെ പഴുപ്പ് വരുന്നത് അറിയാൻ വേണ്ടിയിട്ട്.